എന്റെ കണക്ക് കൂട്ടൽ വെച്ച് ആലോചിച്ച് നോക്കിയാ ഇതൊരു ടൈം ലൂപ്പ് ആണെങ്കിൽ കഴിഞ്ഞ ലൂപ്പിൽ ഞാൻ എഴുന്നേറ്റപ്പോൾ 10 മണി ആയിണ്ടായിരുന്നു. ആ സമയം റിയാൻ ഇവിടെ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഈ ലൂപ്പിൽ 9:30. അതിൻ്റെ അർത്ഥം ഈ അരമണിക്കൂറിന്റെ ഗ്യാപ്പിലാണ് ആ റിപ്പർ റിയാനെ തട്ടിക്കൊണ്ട് പോണേ. ചേട്ടനിത് പ്രാന്താ പറയണേ, എനിക്കൊന്നും വിശ്വാസാവണില്ല. അത് നിനക്ക് വഴിയെ വിശ്വാസമായിക്കോളും. ഇപ്പൊ ഞാൻ പറയണത് കേട്ടാ മതി. ആ റിപ്പർ വരുന്നേക്കാളും മുമ്പ് നമുക്ക് എവിടെയെങ്കിലും പോയി ഒളിക്കാം. എടാ, നമ്മൾ എവിടെ ഒളിക്കാ? ചേട്ടൻ, എനിക്കൊരു ഐഡിയ ഉണ്ട്. നമുക്ക് സ്റ്റെയർ കേസിന്റെ താഴെയുള്ള സ്റ്റോർ റൂമിൽ ഒളിച്ചാലോ? ആ, അത് നല്ല ഐഡിയ തന്നെയാ. എന്തായാലും വേഗം വാ. വേഗം വാ. ചേട്ടൻ, എനിക്ക് പേടിയാവുന്നു. പേടിക്കണ്ട, ഒന്നും ഉണ്ടാവില്ല. നമ്മള് മരിച്ച ലൂപ്പ് വീണ്ടും സ്റ്റാർട്ടാവും. വേഗം പോയി ആ 2 പിള്ളേരനെ കൊന്നിട്ട് ഇങ്ങോട്ട് കൊണ്ടുപോവാ. വേഗം ആവട്ടെ. നമ്മളൊന്നും ചെയ്യല്ലേ, നമ്മൾ എന്ത് വേണമെങ്കിലും തരാം. അതെ, ലൂപ്പ് വീണ്ടും സ്റ്റാർട്ടായി. ഇനി ഒളിച്ചിട്ടൊന്നും കാര്യമില്ല. അയാള് വരുന്നേക്കാളും മുമ്പ് വീടിന്റെ ഉള്ളിൽ നിന്ന് എങ്ങോട്ടെങ്കിലും ഓടിപ്പോണം. ഡാ റിയാനെ, വേഗം വാ. വേണ്ട, ഫ്രണ്ട് ഡോറിൽ കൂടെ പോണ്ട. അയാളും ഇതിൽ കൂടെ ആയിരിക്കും വരുന്നേ. തൽക്കാലം ബാക്ക് ഡോറിൽ കൂടെ പോവാം. അവരിവിടുന്ന് രക്ഷപ്പെട്ടു അല്ലേ? ഇനി ഞാൻ എന്റെ ബോസിനോട് എന്ത് തേങ്ങയാ പറയാ? ചത്തുപോയാ മതിയായിരുന്നു. ഇനിയിപ്പോ എന്താ ചെയ്യാ?
നമ്മളിനി എങ്ങോട്ട് ഓടി രക്ഷപ്പെടാ? അമ്മയുടെ ഫ്രണ്ടിന്റെ വീട്ടിൽ പോയാലോ? ആ ഷോ, നീ പറയുന്നത് കേട്ടിട്ട് എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല. ഇതൊക്കെ ഞാൻ സിനിമയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ മോനെ. അതെ ആന്റി, എനിക്കും ഇത് ആദ്യം വിശ്വസിക്കാൻ കുറച്ച് പാടായിരുന്നു. പിന്നെ എനിക്ക് മനസ്സിലായേ, സിനിമയിലുള്ള ചില കാര്യങ്ങള് ശരിക്കും ഉള്ളതാ. എന്തായാലും നിങ്ങൾ രണ്ടുപേരും ഇപ്പൊ വാ, നമുക്ക് അവിടെ ഇരുന്ന് കുറച്ചു നേരം TV കാണാം. എന്നിട്ട് ഞാൻ നിങ്ങളുടെ അപ്പനെ അമ്മേനെ ഒന്ന് വിളിച്ചു പറയട്ടെ. ഇനി അവര് വിശ്വസിക്കുമെന്ന് തന്നെ ആർക്കറിയാം. ഷോ, അവര് വിളിച്ചാ എടുക്കോ ആവോ? അവര് തിരക്കിലായിരിക്കും. താങ്കൾ വിളിക്കുന്ന വ്യക്തി ഇപ്പോൾ കോൾ സ്വീകരിക്കുന്നില്ല. ദയവായി അല്പസമയം കഴിഞ്ഞു വിളിക്കുക. പറഞ്ഞേൻ എന്താ വന്നേ? അവരെടുക്കണമില്ല. ആ, നിങ്ങൾ രണ്ടുപേരും ഇവിടെ ഇരിക്കണ്ടായിരുന്ന? എന്തായാലും നിങ്ങൾ രണ്ടുപേരും ഇനി സേഫാ. ഇനി കുറച്ചു നേരം TV കണ്ടോ. രണ്ട് മക്കളുടെ മാതാപിതാക്കളായ അനിൽ ജോസഫിനെയും ഷീല തോമസിനെയും റിപ്പർ ചന്ദ്രൻ വെടിവെച്ച് കൊന്നതാണ് ഇന്നത്തെ വാർത്ത. കൂടുതൽ വ്യക്തമായി വാർത്ത പറയാൻ വേണ്ടി ഞാൻ ശാരദനെ വിളിക്കുന്നു. ശാരദ, തിരുവനന്തപുരത്ത് പുതിയ തുറന്ന ഷോപ്പിംഗ് മാളിൽ പോണ വഴിയാണ് ഇവര് കൊല്ലപ്പെട്ടതെന്ന് പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. ഷോപ്പിംഗ് മാളിൽ പോണ വഴിയാണ് റിപ്പർ ചന്ദ്രൻ ഇവരിനെ കൊന്നതെന്ന് പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. വീഡിയോ ഓണായിരുന്നോ?